പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന മനുഷ്യരുടെ അടുക്കിലേക്ക് സ്വപ്നങ്ങൾ നിറച്ച പെട്ടികളുമായി എത്തുന്നവരാണ് പ്രവാസികൾ. തങ്ങളെ കാത്തിരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനങ്ങളായിരിക്കാം ഒരുപക്ഷെ ആ പെട്ടികളിൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ തങ്ങൾ സ്വരൂപിച്ച നാണയത്തൊട്ടുകൾ ഒരു സമ്പാദ്യമായി അതിലുണ്ടാകാം. ആ പെട്ടികളിലും കവർച്ച നടന്നിരിക്കുന്നു. മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. ഒന്നും രണ്ടുമല്ല, നിരവധി പരാതികളാണ് ഇതിനോടകം തന്നെ കരിപ്പൂർ എയർപോർട്ടിലെ ഈ കൊള്ളയെക്കുറിച്ച് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതികളായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാന സംഭവം ആവർത്തിച്ചു. ഈ മാസം 19-നാണ് മലപ്പുറം എടപ്പാൾ സ്വദേശികളായ 2 സഹോദരങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നത്. ദുബായിൽ നിന്നും സ്പേസ് ജെറ്റ് വിമാനത്തിലെത്തിയതായിരുന്നു ഇരുവരും. പതിവ് പോലെ പുറത്തെത്തി അവരുടെ ലഗേജുകൾ അവർ ഏറ്റുവാങ്ങി. പക്ഷേ അപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച അവർ തന്നെ കാണുന്നത്. തങ്ങളുടെ പെട്ടികൾ ആരോ പൊട്ടിച്ചിരിക്കുന്നു. അതിൻ്റെ താഴുകളും അതിന് സിപ്പ് ലോക്കുകളടക്കം നഷ്ടമായിരിക്കുന്നു. പരിശോധിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന പണവും നഷ്ടമായി. നമ്മളവിടുന്ന് സ്പേസ് ജെറ്റ് എന്ന വിമാനത്തിലാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഏകദേശം 6:20 കൂടിയിട്ട് ഇവിടെ എത്തുകയുണ്ടായി. എന്നാൽ നമ്മളിവിടെ എത്തിയ സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ലഗേജ് ബ്രേക്ക് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ പൂട്ടും മറ്റ് കാര്യങ്ങളൊക്കെ പൊളിച്ച് അത് വളരെ നശിപ്പിച്ച രീതിയിലാണ് കാണാൻ കഴിഞ്ഞത്. ഈ ആഴ്ചയിൽ തന്നെ 6ഓളം കംപ്ലൈൻറ്റുകൾ കരിപ്പൂർ സ്റ്റേഷനിൽ ഈ കളവുമായി ബന്ധപ്പെട്ട്, എയർപോർട്ടിലെ കളവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഭൂരിഭാഗവും സ്പൈസ് ജെറ്റിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത്. എടപ്പാൾ സ്വദേശിയായ ഇബ്രാഹിം ബാദുഷ എന്ന യുവാവിനാണ് തൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 26,500 രൂപയോളം നഷ്ടമായത്. കൂടെയുണ്ട സഹോദരൻ്റെ ബാഗും പൊട്ടിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വിലമതിക്കുന്ന എയർപോർട്ട്സ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ നഷ്ടമായി. ദുബായിൽ നിന്നും തൂക്കിയ അളവിനേക്കാൾ ഭാരവ്യത്യാസവും കണ്ടെത്തി. കരിപ്പൂരിൽ നടത്തിയ പുനഃപരിശോധനയിൽ ഉടനെ തന്നെ എയർപോർട്ട് അതോറിറ്റിക്കും സ്പേസ് ജെറ്റ് അധികൃതർക്കും എല്ലാം പരാതി നൽകി. കരിപ്പൂർ സ്റ്റേഷനിലും പരാതിയുമായി എത്തി. അപ്പോഴാണ് അറിയുന്നത് തങ്ങൾ മാത്രമല്ല വഞ്ചിക്കപ്പെടുന്നത്. നിരവധി പ്രവാസികളുടെ പണവും വിലപിടിപ്പുള്ള പല സമ്മാനങ്ങളും നഷ്ടമായിരിക്കുന്നു. നിരവധി പരാതികൾ എയർപോർട്ട് അതോറിറ്റിക്കും കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കും എത്തിയിരിക്കുന്നു. എന്നാൽ ഇതുവരെ ഒന്നിനും പരിഹാരമായിട്ടില്ല. ആരാണ് പ്രതികൾ എന്ന ചോദ്യമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ടു വരുന്ന നമ്മുടെ സ്വന്തം പ്രവാസികളുടെ പെട്ടിയിൽ പോലും കൈയിട്ട് വാരുന്ന മോഷ്ടാക്കളെ ഇനിയെങ്കിലും കണ്ടുപിടിക്കേണ്ടതുണ്ട്. പ്രവാസികളെ കവർച്ച ചെയ്യുന്നവർ നിയമത്തിന് മുമ്പിൽ എത്തുക തന്നെ വേണം.